ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രുതി ബ്യൂട്ടി പാർലറിലോട്ട് വരുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ നമ്മുടെ നവീനും അവിടെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ശ്രുതിക്കാണെങ്കിലോ പേടിയാവുന്നുണ്ട്. അയ്യോ, ശ്രുതി എങ്ങാനും നവീനെ കാണുമോ എന്നൊക്കെ പേടിയാവുന്നുണ്ട് ശ്രുതിക്ക്. എന്നിട്ട് ശ്രുതി നവീനോട് പറയുന്നുണ്ട്, ഒന്ന് പോവോ നവീനെ, ഞാൻ കാശ് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നവീനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ ശ്രുതിയാണെങ്കിലും അവിടുത്തെ സ്റ്റാഫിനോട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയെ കാണാൻ നിങ്ങൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജോലി ഞാൻ തീർപ്പിക്കും എന്നൊക്കെ സ്റ്റാഫിനോട് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ ശ്രുതി പൈസ തരാമെന്ന് പറയുമ്പോൾ നവീൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ശ്രുതി ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എന്താ ഇവിടെ, ശ്രുതി എന്തേ വിളിക്കാതെ വന്നത് എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിൻ്റെ സ്റ്റാഫൊക്കെ പറഞ്ഞല്ലോ നിനക്ക് ഇവിടെ തിരക്കാണെന്ന്, എന്നിട്ട് കസ്റ്റമേഴ്സിനൊന്നും കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ ശ്രുതി പറയണ്ട, അവരൊക്കെ അപ്പുറത്തുണ്ട് ശ്രുതി, ചിലവർക്ക് മെയിൽസ് വരുന്നത് ഇഷ്ടാവില്ല, അതുകൊണ്ടാണ് ശ്രുതിയോട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്, ഞാൻ കുറേ പേരുടെ അടുത്ത് ചോദിച്ച് കാശൊക്കെ റെഡിയാക്കാൻ നോക്കി ശ്രുതി എന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം എന്തിനാ ശ്രുതിക്ക് കാശ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഏജൻസിയിൽ കൊടുക്കണ്ടേ, കാനഡയിലത്തെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തായോ ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ എവിടുന്നാ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിക്കാൻ പറ്റുമോ. അപ്പോൾ മീര പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ്റെ അക്കൗണ്ടൊക്കെ അവളുടെ അച്ഛൻ ജയിലിലല്ലേ, അക്കൗണ്ടൊക്കെ മരവിപ്പിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിൻ്റെ ഇളയച്ചനോടൊന്ന് ചോദിച്ചു നോക്കൂ ശ്രുതി എന്ന് പറയുന്നുണ്ട്. ഇളയച്ചൻ്റെ കയ്യിൽ നിന്ന് എവിടുന്നാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി. എന്നിട്ടാണെങ്കിലോ ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്, എല്ലാവർക്കും വേണ്ടത് പണമാണ്, എൻ്റെ കയ്യിൽ എവിടുന്നാ പണം, ഞാൻ എന്താ പണം കഴിക്കണ മരാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി. അപ്പോൾ ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട്, ആരാ നിന്നോട് പണം ചോദിച്ചേ ശ്രുതി, ഞാൻ ചോദിച്ചു, പിന്നെ വേറെ ആരാ ചോദിച്ചത് നിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ മീര പറയുന്നുണ്ട്, എല്ലാവരും അവളോട് കടം ചോദിക്കുന്നുണ്ട്, അതാണ് അവൾ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നെക്കൊണ്ട് നടക്കില്ല ശ്രുതി, നടക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ റെഡിയാക്കി തന്നിട്ടുണ്ടാവും, എന്നെക്കൊണ്ട് നടക്കില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ബാങ്കിലൊക്കെ പോയി നോക്കി, ബാങ്കുകാരും ഇതാ പറയുന്നത്, ഒരു ജോലിയില്ലാത്ത തനിക്കെങ്ങനെ ഞാൻ ലോൺ തരിക എന്നൊക്കെ ബാങ്കുകാർ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ശ്രുതിയോട് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ജോലി കിട്ടിയല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനല്ലേ എനിക്ക് കാശ് ആവശ്യം, അതല്ലേ ആർക്കും തരാൻ പറ്റാത്തത്, കാശില്ലാത്തതിൻ്റെ പേരിൽ നല്ലൊരു ജോലി കളയാനൊന്നും എനിക്ക് പറ്റില്ല ശ്രുതി എന്നൊക്കെ ശ്രുതിയോട് പറയുന്നുണ്ട്. പിന്നെ ശ്രുതി പറയുന്നുണ്ട്, നീ ഈ സമയത്ത് ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ ശ്രുതി, പിന്നെ എന്താ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ കാശിന് വേണ്ടി ആരുടെയും മുന്നിൽ കൈ നീട്ടാൻ എന്നെക്കൊണ്ട് വയ്യ ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി പോയി ശ്രുതിയുടെ അമ്മയോട് ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ നിന്ന് എവിടുന്നാ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് വീടുണ്ടല്ലോ, ആ വീട് പണയം വെച്ച് ലോൺ എടുത്തോട്ടെ, അതുപോലെ അത് ചെയ്തിട്ടല്ലേ സച്ചിക്ക് കാറ് വാങ്ങിക്കൊടുത്തേ അങ്കിള്, അതേപോലെ ശ്രുതിക്ക് വേണ്ടി ചെയ്യാൻ പറയുമോ അമ്മയുടെ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ ദേഷ്യത്തിലാണ്, എന്നാലും നീ പറഞ്ഞ ഐഡിയ എന്ന് കൊള്ളാം, ഞാൻ പോയി അമ്മയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതി പോയതിന് ശേഷം മീര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി അങ്ങനെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വലിയ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വീട്ടിൽ പ്രശ്നമാവുന്നെങ്കിൽ ആവട്ടെ, ഇനി ശ്രുതി എന്നോട് പൈസ ചോദിക്കാൻ പാടില്ല, അതിനിതേ വഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി വീട്ടിലോട്ട് പോകുന്നതാണ്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നടാ എത്ര നേരം, ഈ പാർക്കിൽ കിടന്ന് ഉറക്കം തുടങ്ങിയോ പിന്നെയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ ജോലി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഓവർ ക്വാളിഫൈഡ് ആയതുകൊണ്ട് എന്നെ ജോലിക്ക് വേണ്ട എന്ന് അവർ പറഞ്ഞു. അപ്പോൾ രവി പറയുന്നുണ്ട്, എന്നാൽ പോണോടത്ത് നീ 2 ഡിഗ്രി കുറച്ച് പറഞ്ഞാൽ മതി, അങ്ങനെയെങ്കിലും നിനക്ക് ജോലി കിട്ടട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ജോലി എനിക്ക് കിട്ടിയതാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്ന, അങ്ങ് കാനഡയിലുള്ള ജോലിയാണോ നീ പറയുന്നത്, അതിന് ഒരുപാട് പണം വേണ്ടേടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, അമ്മ ഉള്ളിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അമ്മയോട് എനിക്ക് അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ സച്ചി വരുന്നുണ്ട്. സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, ഇന്നും ബാഗ് തൂക്കി ഇറങ്ങുന്നുണ്ടല്ലോ, ഇന്നും ജോലിയൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല. രവി പറയുന്നുണ്ട്, എടാ നീ വിഷമിപ്പിക്കാണ്ടിരിക്കുക, അവൻ ജോലി കിട്ടാത്തതിൻ്റെ വിഷമത്തിലല്ലേ, നീ പിന്നെ ഇനി ഓരോന്ന് പറയാണ്ടിരിക്കേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ജോലി തേടി പോക്കൊരു ജോലിയായി എടുത്താൽ ഇവനെ പോലെ ഉള്ളവർക്കൊക്കെ ശമ്പളം കൊടുക്കുക ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനൊക്കെ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, സച്ചി വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ സച്ചി പറയുന്നുണ്ട്,
ഇവന് ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് അച്ഛൻ അറിയോ? ഇവൻ മുതലാളി ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തൊഴിലാളിയുടെ മനസ്സായിട്ട് ചെന്നാലേ എല്ലായിടത്തും ജോലി കിട്ടുള്ളൂ, അല്ലാതെ മുതലാളിയുടെ മനസ്സായി ചെന്നാൽ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ ഇവനോടൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു, എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്, അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര വരുന്നുണ്ട്. പിന്നെ ശ്രുതി പറയുന്നുണ്ട്, ബ്രേക്ക് ഇല്ലാത്ത കാറിനെ പോലെയാണ് ജീവിതം, അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ബ്രേക്കില്ലാത്ത കാറൊക്കെ നിർത്താൻ ഭയങ്കര സുഖമാടാ, പക്ഷേ നിൻ്റെ ഈ ജോലി അന്വേഷിച്ചുള്ള നടപ്പുണ്ടല്ലോ അത് നിർത്താൻ ഇത്തിരി പ്രയാസമാണ് എന്ന് പറയുന്നുണ്ട് സച്ചി. ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു സീരിയസ് കാര്യം പറയാണ്ട്, ഇവനോടൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിക്കുന്നത്, നിനക്ക് എന്താ പറയാനുള്ള അച്ഛാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ജോലി അന്വേഷിച്ച് മടുത്തു, എൻ്റെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ജോലി എനിക്ക് കിട്ടിയതാണല്ലോ കാനഡയിൽ, ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ചന്ദ്ര പറയുന്നുണ്ട്, എന്താടാ നിനക്ക് പറ്റിയത്, നീ അമ്മയെ വിട്ടിട്ട് ഇത്രയും ദൂരമൊക്കെ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ അതെ എനിക്ക് ജോലി വേണം, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ നിൻ്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണം, ചെറിയൊരു ജോലി ആയാലും അത് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്താൻ നോക്ക്. അപ്പോൾ ഈ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഈ ചെറിയ ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് പൂ കെട്ടലാണോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ പൂ കെട്ടൽ അത്ര കുറച്ചിലായിട്ടൊന്നും കാണണ്ട, അതിന് എത്ര അധ്വാനിക്കാനുണ്ടെന്ന് അറിയോ, ഇത്രയും അറിവുണ്ടായിട്ട് പോലും നിനക്കൊരു ജോലി കിട്ടുന്നില്ലല്ലോ, പിന്നെയാണോ ഈ പൂക്കെട്ടൽ നിന്നെക്കൊണ്ട് സാധിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, എനിക്ക് അച്ഛനോടാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ശ്രുതി അച്ഛനോട് സംസാരിക്കുന്നുണ്ട്, രവിയോട് സംസാരിക്കുന്നുണ്ട്. അച്ഛ എനിക്ക് ആ കാനഡയിലുള്ള ജോലിക്ക് എങ്ങനെയെങ്കിലും പോകണം അച്ഛ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട സച്ചി പറയുന്നുണ്ട്, അച്ഛ ഇവൻ ഇത്രയും ഉറപ്പിച്ച് പറയണം എന്നുള്ള സ്ഥിതിക്ക് അവൻ എന്തോ കയ്യിലൊരു ചൂണ്ട കരുതിയിട്ടുണ്ട് അച്ഛ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ചന്ദ്ര പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, നീ എന്തിനാ അവൻ പറയണതിൻ്റെ ഇടയിൽ കയറി പറയുന്നത്, നിൻ്റെ ഈ സ്വഭാവം കാരണമാണ് വർഷയും ശ്രീകാന്തും അവരുടെ വീട്ടിലോട്ട് പോയത്, എങ്ങനെ നിങ്ങൾ രണ്ടുപേരും കാരണമാണ് എന്ന് പറയുന്നുണ്ട് ശ്രുതിയെയും രേവതിയെയും നോക്കിയിട്ട് ചന്ദ്ര. അപ്പോൾ രേവതി ദേഷ്യം വന്നിട്ട് രേവതി ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മ എപ്പോഴും എന്തിനാ എന്നെ ഇതിലോട്ട് വലിച്ചിട്ടുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ആ വർഷയുടെ മാല ഞാൻ എടുത്തു എന്ന് അവളുടെ അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങളും അവരുടെ ഭാഗം ചേർന്നു, പക്ഷേ എന്നെ കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല, അതുകൊണ്ട് ഇദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു, എന്നിട്ടും വർഷൻ്റെ അച്ഛന് നല്ല തല്ലൊന്നും കൊടുത്തിട്ടില്ല, പഴയ സച്ചേട്ടനായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒടിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ചന്ദ്ര പറയുന്നുണ്ട്, ഇവളാണ് അവനെ ഇളക്കി വിടുന്നത്, ഇവളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഇവന് തോന്നും അവനൊരു വലിയ ഹീറോ ആണെന്ന്, അതുകൊണ്ടാണ് ഇവൻ എല്ലാവരെയും അടിക്കുന്നത്, ഇവളാണ് എല്ലാത്തിനും കാരണമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇത് കേട്ട സച്ചി പറയുന്നുണ്ട്, ഞാൻ ഹീറോയും അല്ല വില്ലനും അല്ല, പക്ഷെ തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും, അത് എൻ്റെ ശീലമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എടാ നീ എൻ്റെ പ്രശ്നമൊന്നും പറയാൻ സമ്മതിക്കടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ നിൻ്റെ അമ്മയോട് പറയാതൊക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രവി പറയുന്നുണ്ട്, നീ എന്താ നിൻ്റെ പ്രശ്നം പറയുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട്, അമ്മേ കാനഡയിൽ ജോലി എനിക്ക് ലക്ഷങ്ങളാണ് ശമ്പളം എന്ന് അമ്മയ്ക്ക് അറിയാലോ, പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ 14 ലക്ഷം വേണം, അതെങ്ങനെയെങ്കിലും എനിക്ക് അമ്മ ഒന്ന് ഏർപ്പാടാക്കി തരണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ചന്ദ്രൻ ഞെട്ടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാ ഇത്രയും വലിയ തുക ഏർപ്പാട് ചെയ്ത് തരാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ ശ്രുതി നിനക്ക് പണമൊന്നും ഇല്ലയെന്ന് അറിയാലോ, പിന്നെ എങ്ങനെ അമ്മ ഏർപ്പാടാക്കി തരാം എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട സച്ചി പറയുന്നുണ്ട്, നിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ അമ്മയുടെ കയ്യിൽ ബാങ്ക് ഉണ്ട് എന്നൊക്കെ. ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട്, അമ്മ വേണമെന്ന് വിചാരിച്ചാൽ അമ്മയ്ക്ക് കാശ് തരാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അമ്മ വേണമെന്ന് വിചാരിച്ചാൽ ആകാശത്ത് നിന്ന് പൊട്ടി വീഴോടാ കാശ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാ വേണമെന്ന് വിചാരിക്കുക, ഇത്രയും വലിയ തുക എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മ വേണമെന്ന് വിചാരിച്ചാൽ വഴിയുണ്ട്, ഈ വീടിൻ്റെ ആധാരം ഒന്ന് പണയപ്പെടുത്തിയാൽ മതിയല്ലോ, എന്നാൽ 14 ലക്ഷമൊക്കെ ഈസി ആയിട്ട് കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ്റെ 50 ലക്ഷം കൊണ്ട് ഓടിപ്പോയി, അത് നശിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് ഈ വീടും കൂടി ഇനി അവനെ വിൽക്കണം, അതിനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് 14 ലക്ഷത്തിന് ആവശ്യം വന്നപ്പോൾ അവൻ്റെ കണ്ണെന്തേ ഈ വീട്ടിൽ പതിച്ചില്ല എന്ന് ഞാൻ ആലോചിച്ചേ ഉള്ളൂ, ഇപ്പോൾ അവ അതും ചോദിച്ചല്ലോ, എനിക്ക് സമാധാനമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, എടാ വീടിൻ്റെ ആധാരം ഇവളുടെ സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ടും സച്ചിക്ക് കാറ് വാങ്ങാൻ വേണ്ടിയിട്ടും ബാങ്കിലാന്ന് നമുക്ക് അറിയില്ലേ, പിന്നെ എന്താണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഈ വീടിൻ്റെ വാല്യൂ ഭയങ്കര വലുതാണ്, പക്ഷെ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള പൈസ അല്ലല്ലോ വാങ്ങിയിരിക്കുന്നത്, അപ്പോൾ ഇനിയും പൈസ കിട്ടും, അമ്മയൊന്ന് മനസ്സ് വിചാരിച്ചാൽ ഈ 14 ലക്ഷം പെട്ടെന്ന് കിട്ടും, എന്നിട്ട് നമുക്ക് ജോലി കിട്ടിയിട്ട് കടങ്ങളൊക്കെ തീർക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ജോലി കിട്ടിയിട്ട് നീ അവിടെ സ്ഥിരതാമസമാക്കും, പിന്നെ ഇങ്ങോട്ടേക്ക് വരില്ല,
അന്ന് 50 ലക്ഷം രൂപ വാങ്ങുന്ന സമയത്ത് അത് തിരിച്ചു തരുമെന്ന് പറഞ്ഞ് അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തവനാണ് നീ. 50 രൂപ പോലും തന്നിട്ടില്ല നീ ഞങ്ങൾക്ക്. പിന്നെയാണോ നീ 14 ലക്ഷം തരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് സച്ചി. അപ്പോൾ ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട്, അന്ന് വാങ്ങിയ 50 ലക്ഷവും ഇപ്പോൾ വാങ്ങാൻ പോകുന്ന 14 ലക്ഷം കൂടി ചേർത്ത് എനിക്ക് ജോലി കിട്ടിയിട്ട് ഉറപ്പായിട്ടും തരും. അമ്മയാണ് സത്യം എന്ന് നമ്മുടെ തൊല്ലിൽ തൊടാൻ പോകുമ്പോഴത്തേക്കും ചന്ദ്ര അവനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ പേടിച്ചിട്ട് കൈ എടുക്കുന്നുണ്ട്. പിന്നെ ശ്രുതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എല്ലാവരും ഇവിടെ എന്നെ കളിയാക്കുമ്പോൾ അമ്മ മാത്രമേ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു ജോലി വാങ്ങണം, വലിയ നിലയിലൊക്കെ എത്തണമെന്ന് അമ്മയ്ക്ക് നല്ല ആഗ്രഹമില്ലേ? ഈ 14 ലക്ഷം രൂപയ്ക്ക് ജോലി കിട്ടിയാൽ എനിക്ക് നിസ്സാരമായിട്ട് വീട്ടാൻ പറ്റുമോ അമ്മേ? അമ്മ ഒന്ന് എന്നെ വിശ്വസിക്കേ, എനിക്ക് എങ്ങനെയെങ്കിലും പണയം വെച്ച് ഒന്ന് പൈസ തരൂ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി ചന്ദ്രയോട്. ചന്ദ്രയാണെങ്കിൽ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി വരുന്നത്. ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും എന്തോ സീരിയസ് ഡിസ്കഷനിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, സീരിയസ് ഡിസ്കഷനൊന്നും അല്ല, നിൻ്റെ കെട്ടിയോനെ ഒരു കോമഡി പറഞ്ഞതാ, അവന് കാനഡയിൽ പോകാൻ വേണ്ടി 14 ലക്ഷം രൂപ വീട് പണയം വെച്ചിട്ട് എടുത്തു കൊടുക്കണത്രേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇതൊക്കെ ശ്രുതിക്ക് അറിയാം, ഞാൻ അവളുമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ശ്രുതിയാണ് എനിക്ക് ഈ ഒരു ഐഡിയ തന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയാണെങ്കിലും ശ്രുതിനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല അമ്മേ, അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ നമുക്ക് നാളെ തന്നെ ബാങ്കിലോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയാണെങ്കിലോ വിടടാ കൈ എന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആകെയുള്ളതാണ് എൻ്റെ വീട്, അതും നിനക്ക് തന്നിട്ട് ഞങ്ങളെന്താ തെരുവിലേക്ക് പോകണോ, അതാണോ നിൻ്റെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ആകെയുള്ളത് എൻ്റെ വീടാണ്, പിന്നെ ഞാൻ വിചാരിക്കണതൊന്നും ഈ വീട്ടിൽ നടക്കുന്നില്ല, ഞാൻ വിചാരിച്ചതൊന്നും വന്നു ചേരുന്നില്ല, ഇനി ഈ ഉള്ള വീടും കൂടി വിറ്റിട്ട് എനിക്ക് തെരുവിലോട്ട് ഇറങ്ങാൻ വയ്യ ശ്രുതി, ഞങ്ങൾക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിലൊന്നും പോയി കടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞത് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നതല്ലേ, ഈ ഒരു കാര്യത്തിൽ മാത്രം എന്താ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാത്തേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല, അത് തന്നെ, ഞങ്ങൾക്ക് തെരുവിലോട്ട് പോകാൻ വയ്യ, നീ നാട്ടിൽ തന്നെ വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക് ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട സച്ചിക്കും രവിക്കൊക്കെ നല്ല സന്തോഷം വരുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട് രേവതി നീ എന്നെ ഒന്ന് നുള്ളിക്കേ, അമ്മ ഇത് ഞാൻ കാണുന്നതൊക്കെ സ്വപ്നമാണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല, നീ എന്നെ ഒന്ന് നുള്ളിക്കേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി നുള്ളുന്നുണ്ട്. ഇത് കേട്ട സച്ചി പറയുന്നുണ്ട്, ഇത് സ്വപ്നമൊന്നുമല്ല, അത് ശരിക്കുള്ളതാണല്ലേ, അമ്മ എന്താ മാറിയേ, ഞാൻ വിചാരിച്ചു ഇവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ അമ്മ 14 ലക്ഷം രൂപ ലോൺ എടുത്ത് കൊടുക്കും എന്നൊക്കെ വിചാരിച്ചു, അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ടല്ലേ അച്ഛാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല അമ്മ ഇവനെ കരണത്തടി അടിച്ച പോലെ തന്നെ പറ്റില്ല എന്ന മറുപടി പറഞ്ഞല്ലോ, എനിക്ക് നല്ല അത്ഭുതം തോന്നുന്നുണ്ട് അച്ഛാ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിച്ച, അമ്മ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ തീരുമാനം ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല, എൻ്റെ ഈ വീട് നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, ഇത് എൻ്റെ അച്ഛൻ തന്ന വീടാ, എൻ്റെ അച്ഛൻ്റെ ആത്മാവുള്ള വീടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ സച്ചി അച്ചച്ചാ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, ഡാ നിർത്തടാ, എന്താ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്താ ആൻറ്റി ശ്രുതിയെ ഒന്ന് സഹായിച്ചൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതിനെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അച്ഛനോട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ ആൻറ്റിക്ക് എന്ന് പറയുന്നുണ്ട്. നിൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം, നിൻ്റെ അച്ഛനോട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സഹായിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ പേരിൽ ഇനി ഞാനൊരു ചില്ലി കാശ് പോലും ലോൺ എടുക്കില്ല, അത് ഇവന് കൊടുക്കുകയില്ല, അതാരും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. പിന്നെ സച്ചി പറയുന്നുണ്ട്, എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി ഇത് കേട്ടിട്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെ അച്ഛമ്മ പറയാറുണ്ട്, പുരയ്ക്ക് മേൽ കയറി കോഴി പിടിക്കാൻ അറിയാത്തവൻ വൈകുണ്ഠത്ത് പോകാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട് സച്ചി. അപ്പോൾ ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, അമ്മ കേട്ടില്ല ഇവൻ എന്നെ കളിയാക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കളിയാക്കുന്നതാണെന്ന് മനസ്സിലായല്ലോ, എന്നാൽ ഇവിടെ എന്തെങ്കിലും ജോലിക്ക് പോകാൻ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവിടേക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ഇവിടെ തരാനുള്ള 50 ലക്ഷം തന്നിട്ട് നീ കാനഡയിൽ പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. പിന്നെ ചന്ദ്ര പറയുന്നുണ്ട്, കളിയാക്കുന്നതാണെന്ന് മനസ്സിലായല്ലോ എല്ലാവരും, അപ്പോൾ ഇനി എന്താ ചെയ്യണം, ഇവിടെ ജോലിക്ക് പോയിട്ട് നീ കാശ് സമ്പാദിക്കേ, അല്ലാതെ ഇനി നീ കാനഡയ്ക്കും പോകണ്ട എങ്ങോട്ടും പോകണ്ട, ആദ്യം ഇവിടുത്തെ ജോലിക്ക് പോയി അധ്വാനിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട രവി പറയുന്നുണ്ട്, ചന്ദ്ര ഇപ്പോഴാണ് നീ ഒരു പക്വതയുള്ള അമ്മയായത്, ഈ തീരുമാനം നീ ആദ്യം എടുത്തിരുന്നെങ്കിൽ ഇവൻ ഈ ഗതി വരില്ലായിരുന്നു, ഇവൻ്റെ ഈ ഗതിക്ക് ഫുൾ കാരണം നീയാണ് എന്നൊക്കെ ചന്ദ്രയെ പറയുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ശ്രുതി ചോദിക്കുന്നുണ്ട്, ഒരു 14 ലക്ഷം രൂപയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇനി ഒരു 14 ലക്ഷം അല്ല, നിനക്ക് ഇനി ഒരു 100 രൂപ പോലും ഞാൻ
തരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന സുധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.